ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിജി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിജി. യഥാർത്ഥ പേരല്ല. എനിക്ക് ഇപ്പോൾ 30 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായതേ ഉള്ളൂ. വീട്ടിലെ ഏറ്റവും ഇളയ മകളാണ് ഞാൻ. സാമ്പത്തികമായി വലിയ കാര്യമൊന്നും വീട്ടിലില്ല. പക്ഷേ സൗന്ദര്യം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. മാഡം, എനിക്ക് കൊച്ചിലെ തൊട്ടേ ഇത്തിരി പുഷ്ടിയുള്ള ശരീരമാണ്. വെളുത്ത് തുടുത്ത് ഇത്തിരി ഒരു മൃദുലമായ ശരീരം. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടും. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ കൂട്ടത്തിലുള്ള ചെക്കന്മാർ പറയുമായിരുന്നു, നീയാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും സുന്ദരിയും, പിന്നെ മറ്റു പല കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ക്ലാസ്സിൽ ആകെ പുഷ്ടിയുള്ളത് നിനക്കാണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ചില കൈകടത്തലുകളിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, ഇടി മറ്റ് പെമ്പിളാരെ പോലല്ല നീ. നിനക്ക് ദേഹത്തിന് നല്ല പുഷ്ടിയുണ്ട്. നിനക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ +2 പഠിക്കുന്ന പിള്ളേരുടെ അത്രയുണ്ട്. ഒരു സാരി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കല്യാണപ്രായമായെന്ന് ആൾക്കാർ വിചാരിക്കും. നീ ഒരു കാര്യം ഓർക്കണം, ഇത്തിരി കൂടുതലുള്ള പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അവർ വന്ന് തൊടാനും ഒക്കെ ശ്രമിക്കും. അതിനൊന്നും നിന്ന് കൊടുക്കരുത്. ചില പെൺകുട്ടികളുണ്ട്, സൗന്ദര്യമുള്ള ആണുങ്ങൾ അടുത്ത് വരുമ്പോഴേ അങ്ങ് തരളിതകളാകും. എന്നിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനും എല്ലാം കൂട്ടു നിൽക്കും. അവസാനം അവളുമാരി കിടന്ന് കരയും. അതെന്തിനാ അമ്മയെ കരയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ അടിക്കാൻ വന്നു. എന്തിനാണ് നിനക്ക് മനസ്സിലാകത്തില്ലേ? എടി, നിനക്ക് പ്രായത്തിൽ കവിഞ്ഞ് വിവരമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ നിനക്ക് സ്വാഭാവികമായി മാത്രമേ വയറുള്ളൂ. ആ സമയത്തില്ലേ വയറ് കയറിയങ്ങ് വീർക്കും. ഞാൻ ചോദിച്ചു, വയറ് കയറിയങ്ങ് വീർക്കുമെന്നും? അതേടി, ആണുങ്ങളുടെ കൂടെ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിന് പോയി കഴിഞ്ഞാലേ. അപ്പുറത്തെ സുഖത്തിൻ്റെ ഭാര്യ നീ ഇപ്പോൾ കണ്ടോ? ആ കണ്ടു. എന്താ ആ ചേച്ചി ഗർഭിണിയല്ലേ? ആ, അത് തന്നെ നിനക്ക് സംഭവിക്കും. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ പെണ്ണെ, എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ കേട്ടോ. നല്ല ചൂരെടുത്ത് എനിക്ക് നല്ല പെട തരും. കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ആണുങ്ങളുമായിട്ട് അടുത്തിടപഴകിയാൽ മതി. എടി, കല്യാണം കഴിക്കുമ്പം ഭർത്താവ് ഒരാണാണ്. അയാളുമായി അടുത്തിടപഴകി കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നോർമലാണ്. ആൾക്കാർ ഒന്നും പറയില്ല. പക്ഷേ അതല്ലാതെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ അടുത്തിടപഴകയില്ലേടി? എന്താ ഫലം നിനക്കറിയാമല്ലോ. ഇതുപോലെ ആയിത്തീരും. അയ്യോ, അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെയാകുമോ? അയ്യോ എടി, തൊട്ട് കഴിഞ്ഞാലൊന്നുമല്ല. അതൊന്നും പറയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. പക്ഷേ തൊടാൻ വന്നാൽ നീ സമ്മതിക്കരുത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാതിരിക്കും. സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ട് ജാഗരൂകയായിട്ടാണ് ഞാൻ ഇരുന്നത്. പല ചെക്കന്മാരും എൻ്റെ അടുത്ത് വന്നിട്ട്, നിനക്ക് നല്ല ഗന്ധമാണ്, നിൻ്റെ ദേഹത്തിന് നല്ല വെളുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞാൻ സ്ഥിരം പറയുന്നൊരു ഡയലോഗുണ്ട്, നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്കറിയാം, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, എടി, പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ, നീ എന്തിനാണ് അതിനെ എതിർക്കുന്നതെന്ന്. ഞാൻ പറയും, എന്നെ ആരും പ്രേമിക്കേണ്ട, എനിക്കിഷ്ടമല്ല. ഇനി അഥവാ എന്നെ പ്രേമിക്കുകയാണെങ്കിൽ പ്രേമിച്ചോ, പക്ഷെ ദൂരെ നിന്നോണം, എൻ്റെ ദേഹത്ത് തൊടരുതെന്നും. അപ്പോൾ അമ്മമാർ ചോദിക്കും, ദേഹത്ത് തൊടാതെ അങ്ങനെ പ്രേമിക്കുക? ആ, എങ്കിൽ എന്നെ പ്രേമിക്കണ്ട എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. +2 വരെ അങ്ങനെയായിരുന്നു. സ്കൂൾ വിട്ട് കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പെണ്ണുങ്ങൾ കുതിര പോലെ മറിഞ്ഞു നടക്കുന്നു. പല ആണുങ്ങളുടെ കൂടെ പല സ്ഥലത്തും പോകുന്നു. രാവിലെ കോളേജിലാണെന്ന് പറഞ്ഞ് കെട്ടി ഒരുങ്ങി ഇറങ്ങും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. ഞങ്ങളുടെ അവിടെ കുറച്ച് വനപ്രദേശങ്ങളുണ്ട്, ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടേക്ക് പോയി ഏതെങ്കിലും കാട്ടിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അറിയില്ല. പിന്നെ വേറൊരു ഡാമുണ്ട്. ആ ഡാമിലും സ്ഥിരമായിട്ട് അവിടുത്തെ ഉദ്യാനത്തിൽ ഇങ്ങനെ കോളേജ് പിള്ളേർ പോകാറുണ്ട്. അവിടെ ചില കുറ്റിച്ചെടികളുടെ മറവിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ ഒരു ദിവസം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടി, അങ്ങോട്ടങ്ങ് പോകണ്ട, അമ്മ പറഞ്ഞിട്ടുണ്ട് പോകരുതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് വിശദമായിട്ട് പറയാൻ. അപ്പോൾ ഞാൻ പണ്ടത്തെ കഥകളെല്ലാം പറഞ്ഞു. അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത്, എടി, അങ്ങനൊന്നുമില്ല, ഒരു പരിധിവരെ ഇതെല്ലാം ആസ്വദിക്കാനുള്ളതാണ് മനുഷ്യൻ്റെ ജന്മം. നീ ഇങ്ങനെ വെറുതെ മസിൽ പിടിക്കാതെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ഞാൻ നിന്നോട് പറയാം എന്തൊക്കെയാണ് പ്രശ്നമെന്ന്. ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവൾ എനിക്ക് വിശദമായിട്ട് ക്ലാസ് എടുത്തു. അത്രയും വലിയ ക്ലാസ് ഒരു ഡോക്ടർമാർ പോലെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചില ഡേയ്സൊക്കെ അപ്പോൾ ഓക്കെ ആണോ? ആ,
ചില ഡേയ്സ് ഓക്കെയാണ്, ഇല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ അമ്മമാരോട് പറയണം. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല മോളെ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. അതിന് അറിവുണ്ടായിരിക്കണം. അല്ലാതെ അമ്മമാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലേ നമ്മളുടെ യൗവനം വെറുതെ പോകും. ഭർത്താവിൻ്റെ അടിമയായി അവസാനം നമ്മൾ തുണിയൊക്കെ അലക്കി കൊടുത്ത് ഭക്ഷണവും പാചകം ചെയ്ത് കഴിയേണ്ടി വരും. അതിനൊക്കെ അവസരം വരും മുമ്പ് തന്നെ നമുക്ക് ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതാണ് നല്ലത്. എന്തായാലും ഒരുത്തനെ കയറി പ്രണയിക്കാൻ പോകരുത്. നിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കണം. അല്ലെങ്കിൽ വല്ല 10 പുത്തനുള്ളവനെയാണെങ്കിലും സ്വീകരിക്കണമെന്ന് അവൾ പറഞ്ഞു. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്കൊരു മൊബൈൽ കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞതിൽ പിന്നെ എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. എല്ലാം ഞാനങ്ങ് പഠിച്ചെടുത്തു. പിന്നെ അവൾ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഓർത്തു. എന്തായാലും സൗന്ദര്യമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ പിന്നീട് വന്ന പല അവസരങ്ങളിലും ചെക്കന്മാരുടെ കാറിലും ഒക്കെ ഞാൻ പോകുമായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുമ്പോഴേക്കും ചില പോപ്പോ കാര്യങ്ങളായിരുന്നു. കാര്യം എനിക്ക് പുഷ്ടിയും തുഷ്ടിയും ഉണ്ടല്ലോ. അതുകൊണ്ട് ചെക്കന്മാർക്ക് അതൊരു ഹരമായിരുന്നു. ഞാൻ പറയും അത് മാത്രം, അതല്ലാതെ വേറെ കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം അറിയും എന്ന് പറയുമായിരുന്നു. പിന്നെ ആണുങ്ങളുടെ സ്പർശനത്തിലുണ്ടാകുന്ന ചില രസക്കേടുകളും രസങ്ങളുമൊക്കെ ഞാനും മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായി. PGക്ക് പഠിക്കുന്നൊരു പയ്യനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു. കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു മാഡം. അവൻ്റെ കൂടെ ഞാൻ സ്ഥിരമായിട്ട് കറങ്ങാൻ പോകുകയായിരുന്നു. അവസാനം അവൻ എന്നോട് കെഞ്ചി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറ്റു ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ള രീതിയിൽ സമ്മതിച്ചു. പക്ഷേ ഡേറ്റൊക്കെ നോക്കി നീ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എല്ലാം വാങ്ങിച്ചോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമായിരുന്നു മാഡം. എന്നിട്ടാണ് ഞങ്ങൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയത്. അതൊരു ആറിൻ്റെ കടവാണ്. ഡാമിൽ നിന്ന് വെള്ളം വിടുന്ന ഒരു ആറിൻ്റെ കടവ. അവിടെ അധികം ആരും വരില്ല. മരക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പലരും കയറി പോകാറുണ്ട്. ആരും ശല്യത്തിന് വരില്ലെന്നാണ് അവൾ പറഞ്ഞത്. അവൾ ഒത്തിരി വട്ടം പോയി 3-4 മണിക്കൂർ അവളുടെ കാമുകന്മാരോടൊത്ത് ചിലവഴിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. എല്ലാം മറക്കാൻ പറ്റിയ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞാനും ഇവനും കൂടി ഒന്ന് പോയി. കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 2-3 വട്ടം പോകാൻ തോന്നില്ല മാഡം. അങ്ങനെ ഞാൻ 3ാമത്തെ വട്ടം പോയപ്പോഴാണ് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ സംഭവിച്ചത്. കാര്യം അവനും ഞാനും മറന്ന് ഒരു അരമണിക്കൂറായി പല ക്രീഡാവിശേഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആരും വരില്ലല്ലോ, ആ ധൈര്യത്തിലായിരുന്നു. പൊടുന്നനെയാണ് ഞങ്ങളെ 3 പേർ വളഞ്ഞത്. എന്തോ ലഹരിയോ മറ്റോ ഉപയോഗിച്ച ആൾക്കാരാണ്. ഏകദേശം ഉപദ്രവിക്കുന്നുള്ള ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ വന്നവൻ എന്നെ ഇട്ടിട്ട് ഓടിപ്പോയി മാഡം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിൽ ഒരുത്തൻ വന്ന് പല ഘട്ടങ്ങളും തുടങ്ങാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ പോപ്പോടി യാതൊരു മയവുമില്ലാത്തതായിരുന്നു. എനിക്ക് മനസ്സിലായി 3 പേരെ ഒന്ന് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാമുകനെ തന്നെ ഞാനത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നോർത്ത് ഞാൻ പെട്ടെന്ന് തന്നെ കുതറി മാറി മാഡം. പെട്ടെന്നുള്ള ഞെട്ടിൽ അവരൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താഴേക്ക് ഓടി. ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താണ്. എനിക്കറിയാം ആറ്റിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീന്തേണ്ടി വരും. നീന്താൻ എനിക്കറിയാവുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ബാഗ് ഉപേക്ഷിച്ചിട്ട് നീന്തി മാഡം അക്കരയ്ക്ക് ചാടി നീന്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലല്ലായിരുന്നു. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തോ വെള്ളക്കുറവായതുകൊണ്ട് എനിക്കെങ്ങനെയോ അക്കരെ ചെല്ലാൻ പറ്റി. നനഞ്ഞൊലിച്ച് അതുവഴി റോഡ് കയറി ഞാൻ പാലത്തിൻ്റെ അവിടെ ചെന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴും എൻ്റെ ബാഗ് മിസ്സിംഗ് അല്ലേ. ഏകദേശം വസ്ത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നത്. അതുകൊണ്ട് വലിയ സംശയമൊന്നുമില്ല. അമ്മ കാണുന്നതിന് മുമ്പേ ഞാനെല്ലാം മാറ്റി വിട്ടു മാഡം. പക്ഷേ ടെസ്റ്റ് അടുത്ത ദിവസമായിരുന്നു. എനിക്കന്ന് രക്ഷയായത് എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടത് മാറ്റാൻ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മൊബൈൽ എടുത്തിരുന്നില്ല. പിന്നെ ID കാർഡാണ് പോയത്. പിന്നെ കുറച്ച് പൈസയും, അത്രയേ ഉള്ളൂ. ഞാൻ ഓർത്ത് ID കാർഡ് പോയി, ഇനി അത് കളഞ്ഞു പോയെന്ന് വെച്ചിട്ട് കോളേജിൽ ചെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങണം എന്ന് വിചാരിച്ച് ഞാനിരുന്നു. പക്ഷേ എൻ്റെ ബാഗും അതിനുള്ള കാര്യങ്ങളുമെല്ലാം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കിട്ടി. അവിടെ വേസ്റ്റൊക്കെ വരാൻ വരുന്ന ഏതോ സ്ത്രീകൾക്ക് കിട്ടി. അവരെ ഏൽപ്പിച്ചു എന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്. അതുമാത്രമല്ല, ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ ആ ഭാഗത്ത് ഒത്തിരി പെണ്ണുങ്ങൾ കറങ്ങാൻ വരുന്ന
വരുന്നുണ്ടെന്നും അവർക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നും ഒക്കെ നേരത്തെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വർഷം ആ കോളേജിൽ നിന്ന് പോയ ആണിനും പെണ്ണിനും ഒന്നും ഒരു പ്രശ്നവുമില്ല. എൻ്റെ പേര് മാത്രമാണ് ഇവിടെ കിട്ടിയത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഉറവിടം ഞാനാണെന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് കംപ്ലൈൻറ്റ്. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു മാഡം. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കിട്ടു. എന്നെക്കൊണ്ട് എണ്ണി കാര്യങ്ങൾ പറയിപ്പിച്ചു. ഞാൻ എൻ്റെ കാമുകനുമായി അവിടെ പോയെന്നും ആൾക്കാർ എന്നെ ആക്രമിക്കാൻ വന്നെന്നും ഞാൻ ചാടി രക്ഷപ്പെട്ടെന്നും ഈ കഥകളെല്ലാം ഞാൻ പറഞ്ഞു മാഡം. അപ്പോഴേക്കും എൻ്റെ അമ്മയടക്കം എല്ലാവരും പറഞ്ഞത് നിനക്ക് അങ്ങനെ തന്നെ വേണം, കുറ്റിക്കാട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉപദ്രവിക്കാൻ വരും എന്ന് പറഞ്ഞ് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും എനിക്കെതിരായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥ നാട്ടിൽ പാട്ടായി, കോളേജിലും പാട്ടായി. ചുരുക്കം പറഞ്ഞാൽ 3 കാമുകന്മാരുടെ കൂടെ പോയവളും 4 കാമുകന്മാരുടെ കൂടെ ചുറ്റിയടിച്ചവളും ഒക്കെ രക്ഷപ്പെട്ടു. ഞാൻ മാത്രം എൻ്റെ പേര് വേറെ രീതിയിലായി. പേരുദോഷം അതിൻ്റെ അത്യുച്ച ഘട്ടത്തിലായി മാഡം. കോളേജിൽ പോകാൻ തന്നെ മടിയായി. പിന്നെ കോളേജ് അധികൃതർ പറഞ്ഞു, നീ വീട്ടിലെങ്ങാനും അടങ്ങിയിരുന്നോ, വല്ലപ്പോഴും വന്നാൽ മതി, ഹാജരൊക്കെ ഞങ്ങൾ ഇട്ടുതരാം, ഇവിടെ വന്ന് ഒന്നുകൂടി കുളമാക്കണ്ടെന്ന് പറഞ്ഞു മാഡം. അങ്ങനെ ഒരു കണക്കിന് ഡിഗ്രി പൂർത്തിയായി. 24 മണിക്കൂറും അമ്മയും സഹോദരങ്ങളും അച്ഛനുമെല്ലാം എൻ്റെ കഥകൾ പറഞ്ഞ് എന്നെ തന്നെ കുത്തും. വല്ലാത്തൊരു ജീവിതമായിരുന്നു. പിന്നീട് PGക്ക് വേറെ കോളേജിലാണ് പോയത്. അപ്പോഴാണ് ഞാൻ റെഗുലറായിട്ട് കോളേജിൽ പോകാൻ തുടങ്ങിയത്. എങ്കിലും വീട്ടിലും നാട്ടിലും ഞാൻ പെട്ടെന്ന് ഫേമസ് ആയി. പറഞ്ഞാൽ മാഡം ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, എങ്കിലും ഒരു ഡാമിൻ്റെ പേര് ചേർത്താണ് എൻ്റെ പേര് അറിയപ്പെടുക. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, വിജിയോ, ആ ഡാമിൻ്റെ അവിടെ പോയവളല്ലേ, ആ സംഭവത്തിൽ ഉൾപ്പെട്ടവളല്ലേ എന്നുള്ള രീതിയിലാണ് മാഡം. എൻ്റെ പേരുദോഷം അറിയാത്തവരായിട്ട് അവിടെ ആരുമില്ല. ഒരു 5 വയസ്സായ കുട്ടിക്ക് പോലും അറിയാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് PG ഒക്കെ തീർത്തെങ്കിലും എനിക്ക് ജോലി ലഭിച്ചു എന്നുള്ളതല്ലാതെ കല്യാണം അത് നടക്കുകയില്ല. പിന്നെ കാമുകന്മാരില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ ആളുണ്ട്, പക്ഷേ അവർക്കല്ല എൻ്റെ ഹിസ്റ്ററി അറിയാം. അവർ ചോദിക്കുന്നത് എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, വേറെ പല കാര്യങ്ങൾക്കുമാണ് അവർ വിളിക്കുന്നത്. എനിക്കാണെങ്കിൽ പോകാനും താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് കാര്യമാണ് മാഡം, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് അധ്വാനിച്ച് മാത്രം ഞാൻ കഴിഞ്ഞു. വീട്ടിലെ തൊഴുത്തിൽ കുത്ത് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നെ പ്രേമിക്കാൻ ഒരാൾ വരും, കല്യാണം കഴിക്കാൻ ഒരാൾ വരും, എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. കുറേ ആണുങ്ങളുടെ മുന്നിൽ ഞാൻ ഒരുങ്ങിക്കിട്ടി നിന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. 2-ാം ദിവസം കഥ കേൾക്കുമ്പോൾ ആ കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഓർത്തു, കല്യാണം കഴിക്കണ്ട, ആണുങ്ങളുമായി എനിക്ക് യാതൊരു സംസർഗവും വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്തിരി മുതിർന്നൊരു സ്ത്രീയും നല്ല സുന്ദരനായ ഒരു പുരുഷനും, അങ്ങേർക്കൊരു 10-35 വയസ്സ് കാണും, അയാളും കൂടെ വന്നത്. ഞാൻ ഓർത്തു, ഇതാരാ, ഇയാളാണോ എന്നെ കല്യാണം കഴിക്കാൻ വരുന്നത് എന്നോർത്തു. അതീവ സുന്ദരനായ ഒരാളാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി പ്രായം ഇത്തിരി കൂടുതലാണ്. എന്നാലും എനിക്ക് 27 ആയല്ലോ, 35 വയസ്സ് അതൊന്നൊരു പ്രശ്നമല്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അവർ വന്നത് എനിക്ക് ഷോക്കിംഗ് ആയുള്ള ചില കാര്യങ്ങളുമായിട്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, മോളെ ഞാൻ അമ്മയെന്ന് വിളിച്ചു, കല്യാണം നടന്നില്ലോ എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ദേ ഇതാണ് എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് മൊബൈലിനകത്ത് ഒരു ഫോട്ടോ കാണിച്ചു. ഇവന് 30 വയസ്സുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ഇനിയിപ്പം കേരളത്തിൽ വന്നവൻ സെറ്റിലാകും. 30 വയസ്സായി. അവനെ കൊണ്ട് ഇനി കല്യാണം കഴിപ്പിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾ ഇങ്ങോട്ട് വാ, ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. മാറി നിന്നപ്പോൾ അവർ പറഞ്ഞു, മോളുടെ കഥകൾ എനിക്കറിയാം. ഡാമിലെ കഥയും കല്യാണമൊന്നും കഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണവും ഒക്കെ എനിക്കറിയാം. ഇനി ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ 18-ാമത്തെ വയസ്സിന് മുമ്പ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അയാളുടെ കൂടെ 5 വർഷം താമസിച്ചു. അതിലുണ്ടായതാണ് ഈ മകൻ. പിന്നെ ഞാൻ ആരെയും കല്യാണമൊന്നും കഴിച്ചില്ല. എൻ്റേതായ ചില ഇഷ്ടങ്ങളിൽ ഞാൻ കറങ്ങി നടക്കുകയായിരുന്നു. പണമൊക്കെ ഞാൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്. എങ്ങനെ സമ്പാദിച്ചെന്ന് മോൾ ചോദിക്കരുത്, പറയാതെ തന്നെ മോൾക്കറിയാമല്ലോ. അങ്ങനെ തന്നെ സമ്പാദിച്ചു. പക്ഷേ അതിനിടയ്ക്കാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളില്ലേ, അവനുമായിട്ട് എനിക്കൊരു ഇഷ്ടമായത്. പ്രായത്തിൻ്റെ ഒത്തിരി വ്യത്യാസമുണ്ടായിരുന്നു. എങ്കിലും അവൻ എൻ്റെ പുറകെ വന്നു. അവനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അവൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ മോൻ
ഇത്തിരി ഒന്ന് പ്രായം വെച്ചല്ലോ. അപ്പോൾ അവന് ഇഷ്ടമല്ലായിരുന്നു. അവനെപ്പോഴേക്കും ബാംഗ്ലൂരിലങ്ങ് പോയി അവിടെ ജോലി ചെയ്യുകയാണ്. നാട്ടിലേക്കൊന്നും അങ്ങനെ വരികയില്ല. പിന്നെ ഞാൻ ഇവനും കൂടെ ജീവിതം അങ്ങ് ആരംഭിച്ചു. നാട്ടുകാരൊക്കെ പലതും പറയുന്നുണ്ട്. ഇപ്പോൾ 10 വർഷമായി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ആദ്യമൊന്നും എൻ്റെ രണ്ടാം ഭർത്താവിനെ എൻ്റെ മകന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ 3-4 വർഷമായിട്ട് അവന് പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടെ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അവനൊരു കല്യാണം കഴിച്ച് ഞങ്ങളുടെ കൂടെ നിർത്തിക്കണമെന്നാണ് ആഗ്രഹം. മോൾക്ക് ഈ പേരുദോഷം ഉണ്ടായതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് താമസിക്കാൻ മോൾ തയ്യാറാണോ? എങ്കിൽ കല്യാണം ഉടനടി കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് വേറൊരു കാര്യം കൂടെ അവർ പറഞ്ഞു. എൻ്റെ മകളിൽ നിന്ന് നീ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. നല്ല ജോലിയൊക്കെ ചെയ്യും, സാലറി കൊണ്ട് തരും. പിന്നെ മോൾക്ക് ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ ആണുങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളൊന്നും അവനില്ല. അവനൊരു മന്ദനാണ്. കാണാനൊക്കെ നല്ലൊരാണാണെങ്കിലും മോള് മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷമാണ് തോന്നിയത്. എനിക്കെന്തിനാ മറ്റു കാര്യങ്ങൾ വേണ്ട. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. ഇനി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ വായിൽ നിന്ന് പരിഹാസങ്ങൾ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഒരു കല്യാണം, ഒരു ഭർത്താവ്, നാട്ടുകാരെ കാണിക്കാൻ എനിക്ക് വേണം. എന്തായാലും ഈ കല്യാണം മുടങ്ങില്ലല്ലോ. ഞാൻ അവരോട് സമ്മതം പറഞ്ഞു. അമ്മായിമ്മയും ഞാനും തമ്മിലുള്ളൊരു കരാറായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മായിമ്മ ഏകദേശ രീതിയിൽ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർക്കാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് വിട്ടാൽ മതി എന്നായിരുന്നു. എന്തായാലും ഇത് മുടക്കാൻ ഒത്തിരി പേര് ശ്രമിച്ചെങ്കിലും നടന്നില്ല. കല്യാണം 2.5 മാസത്തിനുള്ളിൽ നടന്നു മാഡം. ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തി. ഭർത്താവിൻ്റെ സൈഡിൽ നിന്നും 25 പേരെ വന്നുള്ളൂ. അധികം ആളുകൾ പങ്കെടുക്കാത്തൊരു കല്യാണമായിരുന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ അധികം ആരുമില്ല. ഞാനും എൻ്റെ ഭർത്താവും പിന്നെ രണ്ടാം അമ്മായച്ചനും എൻ്റെ അമ്മായിയമ്മയും അത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ. 3 ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണ് അവരുടേത്. സമ്പത്ത് നല്ലപോലെ ഇപ്പോൾ അവർക്കുണ്ടെന്ന് നമുക്ക് അവിടുത്തെ ചുറ്റുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. രാത്രി എല്ലാവരും കൂടെ അത്താഴം കഴിച്ചു. അത്താഴം കഴിഞ്ഞിട്ട് അമ്മായിയമ്മ പറഞ്ഞു, മോളെ പോയി കുളിക്കുന്നില്ലേ എന്ന്. ഞാൻ അപ്പോൾ വെറുതെ ചോദിച്ചു, അല്ല ഞാൻ കുളിച്ചിട്ടിപ്പം പ്രത്യേകിച്ച് എന്താ അമ്മേ, അമ്മയുടെ മോൻ്റെ കാര്യം അമ്മ തന്നെ എന്നോട് പറഞ്ഞല്ലേ എന്ന്. അപ്പോൾ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, അതൊന്നും കാര്യമാക്കണ്ട, നീ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. കുളിച്ചിട്ട് നീ അടുക്കളയിലിട്ട് വാ, എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ തരാം, അതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനി അവർ പറഞ്ഞതല്ലേ കേൾക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പാലും കൊണ്ട് ചെന്നു മാഡം. പക്ഷേ ആ മുറിക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല, അലങ്കരിച്ചിരിക്കുകയാണ്. ഞാൻ പാല് കൊണ്ട് മേശ വെച്ചിട്ട് ഇറങ്ങി വന്നിട്ട് അമ്മായിമ്മയോട് ചോദിച്ചു, അല്ല ആ മുറിക്കുള്ളിൽ ആരും കാണുന്നില്ലല്ലോ എന്ന്. അത് അവന് ഒരുങ്ങല്ലേ, മോൾ അവിടെ ഇരുന്നു, വന്നോളൂ എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയും അമ്മായച്ചനുമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മായച്ചൻ നന്നായി ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ പെട്ടെന്ന് അയാളെ ഉന്തിത്തള്ളി മുറിയിലേക്ക് ഇങ്ങ് വിട്ടു. എന്നിട്ട് പറഞ്ഞു, മോളെ എൻ്റെ മകനെ കൊണ്ട് കൊള്ളില്ലായിരിക്കാം, പക്ഷേ ഇവൻ ഒന്നൊന്നരയായി നിനക്ക് കൊള്ളാവടി. നിന്റെ ഭർത്താവ് കൊള്ളില്ലെന്ന് വെച്ച് നീ ഇവിടെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടും മോളെ എന്ന് പറഞ്ഞിട്ട് അയാളെ തള്ളിയിട്ട് അമ്മായിമ്മ പുറത്തുനിന്ന് പൂട്ടിയിട്ടങ്ങ് പോയി. അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്, അവൻ നിന്നെ ഉപദ്രവിക്കില്ല, അവൻ നിനക്ക് നല്ലൊരു കൂട്ടായിരിക്കാം, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, നിനക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം നീ എന്നോട് പറയുക. അതല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവൻ നിനക്ക് പറ്റിയാണെങ്കിൽ നീ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇതൊക്കെ നമ്മുടെ സീക്രട്ടായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മായിമ്മ അവിടെ നിന്ന് പോയി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു. എന്തായാലും വീട്ടിൽ നടക്കുന്നത് എല്ലാ അഡ്ജസ്റ്റ്മെൻ്റാണ്. അവർക്ക് പ്രായമായി വരികയാണ്. എനിക്കവരെ വിട്ടു പോകണമെന്നില്ല. എന്നാലോ എനിക്കിപ്പോൾ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളുമുണ്ട്. എൻ്റെ മനസ്സ് പുതുമയ്ക്ക് തേടുകയാണ്. അപ്പോൾ അവരാണ് പറഞ്ഞത്, നീ ഉണ്ടല്ലോ, അപ്പോൾ നീയും കൂടി ഞങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാമെന്ന്. എനിക്ക് അശേഷം ഇഷ്ടമില്ലായിരുന്നു, എങ്കിലും പെട്ടുപോയില്ലേ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്. ഞാൻ കുറച്ചൊക്കെ അനുവദിക്കാം, എൻ്റെ മനസ്സ് മാറ്റാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്ങേർക്ക് എന്നോട് ആദരവായിരുന്നു, ആരാധനയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു നല്ല പുരുഷനാണ്, നല്ല സ്നേഹമുള്ളവനാണ്. അയാൾക്ക് കടലും കായവും കായം കലക്കാനും അറിയാം. പിന്നെ ഞാനെന്തിനാണ് എല്ലാം അടച്ചു പൊട്ടിക്കെട്ടിയിരിക്കുന്നത് എന്നോർത്ത് ഓരോരോ കവാടങ്ങൾ മലർക്ക തുറന്ന് മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ട്
ഞാൻ അന്ന് രാത്രി വെളുപ്പിച്ചു. അന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എനിക്ക് പറ്റിയ ഭർത്താവ് ഫിഗർ എൻ്റെ രണ്ടാം അമ്മായിച്ചൻ തന്നെയാണ്. ലോകത്തിൽ ആർക്കും ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ സുഹൃതവതിയാണ്. പിന്നീട് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു മായാജാലത്തിലുള്ള സ്വർഗം എൻ്റെ അമ്മായിമ്മ തന്നെ ഓരോ ദിവസവും എന്നോട് ചോദിച്ചിട്ട്, മോളെ ഇന്ന് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അവനെ ഞാൻ സ്വതന്ത്രനാക്കും എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി അമ്മായിമ്മ ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം മാഡം ഓർക്കും, എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന്. ഹസ്ബൻഡിന് തനിയൊരു റൂമുണ്ട്, അയാൾ അവിടെയാണ് കഴിയുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ ഒന്നിച്ചു പോകും. ഈ ഒരു കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ല. കൗൺസിലിങ്ങിന് പോകാമെന്ന് പറഞ്ഞാലും പുള്ളിക്ക് താല്പര്യമേ ഇല്ല. മറ്റൊരാളുടെ ദേഹത്തോട് യാതൊരു താല്പര്യമില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പൈസ എല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടുതരും. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ തന്നെയാണ് ഭാര്യയും ഭർത്താവും. ഒരു പ്രശ്നവുമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ യഥാർത്ഥ ഭർത്താവ് എൻ്റെ രണ്ടാം അമ്മായിച്ചനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മാഡം പറയും, ജോലിയെടുത്ത് നിനക്ക് രണ്ടെണ്ണം തരണമെന്ന്. പിന്നെ നിൻ്റെ പ്രശ്നം എന്താടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, എൻ്റെ രണ്ടാം അമ്മായിച്ചന് കുട്ടികളൊന്നും ഉണ്ടാകില്ല. അങ്ങേർക്ക് അതിനുള്ള കഴിവൊന്നുമില്ലെന്നാണ് അമ്മായിമ്മയും പറയുന്നത്. പരിശോധനകളൊക്കെ ചെയ്തതാണത്രേ. അതുകൊണ്ട് എനിക്ക് കുട്ടി ഉണ്ടാകില്ല. എന്നാൽ എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹവുമുണ്ട്. അതിനിപ്പോൾ ആഗ്രഹമില്ലാത്ത ഭർത്താവിൽ നിന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഭർത്താവിൽ നിന്നൊരു കുട്ടി ഉണ്ടാകാൻ എന്താണ് മാഡം ചെയ്യേണ്ടത്? എൻ്റെ ഭർത്താവ് സ്വയമായുള്ള കാര്യങ്ങളിലൊക്കെ ഈടുപാടുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തോ ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നുന്നു. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വലിയ ഗൈഡൻസ് ഒന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് മാഡത്തോട് ഞാൻ രഹസ്യമായി ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിചിത്രമായ ഈ കഥയിൽ ഭർത്താവിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനൊന്നും നിങ്ങൾക്ക് വയ്യ, അതിനെ ഇറങ്ങിത്തിരിക്കാനും വയ്യ. പക്ഷേ കുട്ടി വേണം എന്നുണ്ട് താനും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുണ്ട്, ഹോസ്പിറ്റലുകൾ. അപ്പോൾ അവിടെ പോയിട്ട് IVF ചെയ്യുന്നിടത്ത് പോയി ഒന്ന് തിരക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ കൊണ്ട് ചെല്ലുക. അപ്പോൾ സ്വയമായിട്ട് അത്യാവശ്യ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, കളക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർ അതിൽ നിന്ന് നല്ലത് നോക്കി അകത്തേക്ക് നിക്ഷേപിച്ചോളും. അത് കുറച്ച് പണച്ചെലവുണ്ടെങ്കിലും കാര്യം പെട്ടെന്ന് നടക്കുകയൊക്കെ ചെയ്യും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അമ്മായിയമ്മയോടും അമ്മായച്ചനോടും ഭർത്താവിനോടൊക്കെ കാര്യങ്ങൾ പറയുക. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ഒരു ക്ലിനിക്കിൽ പോവുക, എന്നിട്ട് അയാൾ കളക്ട് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങളുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്കും അയാൾക്ക് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. കുട്ടികളുണ്ടാകും, പ്രശ്നമില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ട്രീറ്റ്മെൻറ്റ് രീതികളുണ്ടല്ലോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും വലിയൊരു വെല്ലുവിളിയല്ല കേട്ടോ.